ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറച്ച് കൂടുതൽ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. പക്ഷേ മെയിനായിട്ട് നടക്കാത്തതിന് കാരണം എൻ്റെ മടി. രണ്ടാമത് അജ്മൽ ഉള്ളപ്പോൾ ഇത് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം വീഡിയോ എടുത്തു തരാനുള്ള ആളപ്പോൾ ഇത്തിരി കൂടെ രസം ഉണ്ടായിരിക്കുമല്ലോ. അതുകൂടാണ്ട് ക്ലാരിറ്റി ഉള്ള വീഡിയോ കൂടെ കിട്ടുമെന്നുള്ളതാണ് മെയിൻ റീസൺ. പക്ഷേ അജ്മൽ ഇപ്പോൾ കുറച്ച് വീക്സായിട്ട് വർക്കിൽ ഭയങ്കര ബിസിയാണ്. രണ്ടാമത് ഇപ്പോൾ ഓണമൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെയും ഞങ്ങൾ രണ്ടുപേരും ഇത്തിരി പ്രോഗ്രാംസിൽ എൻഗേജ്ഡ് ആയതുകൊണ്ട് അത് നടക്കുന്നില്ല. പിന്നെ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഞാനിവിടെ ഒരു 5-6 മണിക്കൂറത്തേക്ക് ഫ്രീ ആണ്. അജ്മൽ ഡ്യൂട്ടിക്ക് പോയേക്കുവാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഇന്ന് തന്നെ ചെയ്തേക്കാം. ഇനിയും വെച്ചോണ്ടിരുന്ന നാളെ നീളം എന്ന് പറഞ്ഞ ഈ വീഡിയോ ഇങ്ങനെ ഒരിക്കലും നടക്കാണ്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും സെൽഫി സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലായിട്ടുള്ളത്. ഞാനിപ്പോൾ എൻ്റെ ഹാളിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഫോൺ ചാർജിങ്ങിൽ കുത്തിയിട്ടേക്കുവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് മിണ്ടുന്നത്. അപ്പം ഇപ്പോൾ എൻ്റെ ഹാളിലാണുള്ളത്. ഹോൾ കാണിക്കുകയല്ല, വീടൊന്നും കാണിക്കല്ലോ, ഹോം ടൂർ അല്ല കേട്ടോ, ഡോണ്ട് വറി. അപ്പം വീട്ടിലാണുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ 3 ബെഡ്റൂം ഹൗസാണ്. അതിൽ ഒരു ബെഡ്റൂം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു വലിയ ബെഡ്റൂം കൂടെ ഉണ്ട്. അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ റെൻറ്റിനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നിലവിൽ അവിടെ ആരുമില്ല, ബട്ട് ഭാവിയിൽ എന്തായാലും നമ്മൾ റെൻറ്റ് കൊടുക്കണം എന്ന് തന്നെ ഓർത്താണ്. പിന്നെ ഒരു കുട്ടി റൂമും കൂടെ ഉണ്ട്. അത് നമുക്ക് റെൻറ്റിന് കൊടുക്കാനും പറ്റില്ല, ഞങ്ങളപ്പോൾ യൂസും ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു റൂമാണ് അതുള്ളത്. അപ്പോൾ ഞാൻ ഓർത്തു എന്തുകൊണ്ട് ആ റൂം ഇത്തിരി കൂടെ എൻ്റെ അലങ്കോലപ്പണികളൊക്കെ ചെയ്ത് കൊളാക്കിക്കൂടാന്ന്, ഇപ്പോൾ ഉള്ള രീതിയിൽക്കാൾ ഇത്തിരി കൂടെ കൊളാക്കിക്കൂടാന്ന് ഓർത്തു. അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ കണ്ടന്റ്. നമ്മൾ 3rd റൂം ഇത്തിരി ഡെക്കറേറ്റ് ചെയ്ത് അതിൻ്റെ മേക്ക് ഓവർ വീഡിയോ ആണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഇങ്ങനെ ചെയ്യാൻ വേറൊരു റീസണും കൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാ ശനിയാഴ്ചയും ഒരു ആർട്ട് ക്ലാസ്സിന് പോകുന്നുണ്ട്. കേൾക്കുമ്പോൾ നിങ്ങൾ വലിയ സെറ്റപ്പ് എന്നൊക്കെ ഓർക്കും. ആർട്ട് ക്ലാസ് എന്ന് പറയുമ്പോൾ എനിക്ക് പറയത്തിനാണാവും, എന്നാലും കുഴപ്പമില്ല. ആർട്ട് ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ കുട്ടി പിള്ളേരുടെ കൂടെയാണ് ആർട്ട് പഠിക്കാൻ പോകുന്നത്. കുട്ടി എന്ന് പറഞ്ഞാൽ വളരെ കുട്ടി പിള്ളേർ, 10 വയസ്സിൽ കൂടുതലുള്ള ആരും തന്നെ അവിടെ ഇല്ല. ആകെയുള്ള വ്യക്തി ഞാനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളി ചേച്ചിയാണ് ക്ലാസ് നടത്തുന്നത്. അപ്പം മലയാളി അസോസിയേഷനിൽ ചേച്ചി ഇങ്ങനെ ഒരു നോട്ടിട്ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആർട്ട് ക്ലാസ് വരുന്നുണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് പേരൻസിന് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു, ചേച്ചി എനിക്കും കൂടെ ഇങ്ങനെ വരാൻ താല്പര്യമുണ്ട്, എന്നെയും കൂടെ അഡ്മിറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ പുള്ളിക്കാരി ആദ്യം പറഞ്ഞു പിള്ളേരെയാണ് മെയിനായിട്ട് ഉദ്ദേശിച്ച്, വലിയവർക്ക് വേണ്ടി അല്ല എന്ന് ഉദ്ദേശിച്ചു. പിന്നെ ഞാൻ കരഞ്ഞൊക്കെ കാണിച്ച് സ്മൈലിയൊക്കെ അയച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി വിഷമം തോന്നിയിട്ടായിരിക്കും എന്നോട് പറഞ്ഞു, അങ്ങനെ പിള്ളേരുടെ കൂടെ ഇരിക്കാൻ അങ്ങനെ നാണമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല പോരേന്ന് പറഞ്ഞു. എനിക്കെന്ത് നാണം, ഞാൻ അടുത്ത ആഴ്ച തൊട്ട് ക്ലാസ്സിൽ പോയി ഇരിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ. നമ്മൾ മെയിനായിട്ട് പടം വരയ്ക്കാൻ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്കിങ്ങനെ ഒരു 2 മണിക്കൂർ ഇങ്ങനെ പിള്ളേരുടെ കൂടെ കളറൊക്കെ വെച്ച് കളിക്കുക, അങ്ങനത്തെയൊക്കെ ഒരു ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് എല്ലാ ആഴ്ചയും നമ്മൾ ചെയ്യുന്ന ആർട്ട് വർക്ക് നമുക്ക് തന്നെ തിരിച്ചു തന്നു വിടും. പൂമ്പാറ്റയും പുഷ്പമൊക്കെയാണ്, എന്നാലും നമുക്ക് നമ്മുടെ ആർട്ട് വലിയതാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ആഴ്ചയും ഇങ്ങനെ ഹാളിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കും. ഇങ്ങനെ ഒരു സൈഡിൽ കൊണ്ട് വെക്കുമായിരുന്നു. പിന്നെ ഒരു ഇപ്പോൾ 8 ആഴ്ചയായിട്ട് ഞാൻ പോകുന്നുണ്ട്. 2 മാസത്തോളമായി ക്ലാസ്സിൽ പോയി തുടങ്ങിയിട്ട്. അപ്പം പിന്നെ വന്നിട്ട് വെക്കാൻ സ്ഥലമില്ല. ചിലപ്പോൾ നമുക്ക് ക്യാൻവാസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്, ചിലപ്പോൾ പേപ്പറിലായിരിക്കും. നമ്മൾ വെക്കാൻ സ്ഥലമില്ലാണ്ടായപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കും, അങ്ങനെ ഒരു മുറി ഉണ്ടല്ലോ, എന്നാൽ ആ മുറി കൊണ്ട് വെക്കാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ ഓർത്തു വെറുതെ കൊണ്ട് അവിടെ ഡംപ് ചെയ്യുന്നതിനേക്കാളും ആ മുറി ഇത്തിരി അലങ്കരിച്ച് വെച്ചാൽ എൻ്റെ ഒരു ആർട്ട് റൂമായിട്ടും പിന്നെ വരുന്നവരെയൊക്കെ നമുക്ക് ഷോ കാണിക്കാൻ ഒരു റൂമായല്ലോ. അങ്ങനെ ഓർത്തിട്ടാണ് എനിക്ക് പെട്ടെന്ന് ഈ ഐഡിയ വന്ന് ഈ റൂം ഇങ്ങനെ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ ഡെക്കറേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എൻ്റെ ഇങ്ങനത്തെ ഉള്ള കുറച്ച് അലക്കുലത്ത സാധനങ്ങളെല്ലാം വെച്ച് ഡ്രോയിങ്ങും അങ്ങനത്തെ അല്ലാത്ത പരിപാടികളൊക്കെ വെച്ച് അവിടെ ഒരു അറേഞ്ച് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്, ഈ വീട്ടിലോട്ട് മാറുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ ഇവിടെ ഒരു മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിട്ട്, നാട്ടിലൊക്കെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കൊടുക്കുന്ന പോലെ OLX അങ്ങനത്തെ ഒരു സാധനമില്ല, അതുപോലെ തന്നെ ഇവിടെ ഫേസ്ബുക്കിൽ നമ്മൾ ഇട്ടിട്ട് നമ്മൾ വിൽക്കും. അത് കൂടാണ്ട് നമ്മൾ ഇപ്പം ചിലവരൊക്കെ നമുക്ക് വേണ്ടാത്ത സാധനം, നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഒരു മനുഷ്യനും ചെയ്യാറില്ല. നമുക്കിപ്പോൾ ഒരു ഡെസ്കോ ടേബിളോ എന്തെങ്കിലും വേണ്ടാത്തതുകൊണ്ട് അവർ വീടിൻ്റെ പുറത്തെടുത്ത് വെക്കും. വേണ്ടവർ വരുമ്പോൾ കാണുന്നവർ എടുത്തുകൊണ്ട് പോകും, ഫ്രീ ആയിട്ട് കൊടുക്കും. അങ്ങനത്തെയൊക്കെ സെറ്റപ്പ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സെറ്റപ്പാണ്. വന്ന ഇടയ്ക്കൊക്കെ ഞങ്ങൾ കുറേ സാധനങ്ങൾ പെറുക്കാനൊക്കെ പോയിരുന്നു. അപ്പോൾ അതുപോലെ ഞങ്ങൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ അങ്ങനെയുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഐറ്റംസ് കൊണ്ട് ചിലപ്പോൾ അവർക്ക് ആ സാധനം ആവശ്യമില്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇടും, അല്ലെങ്കിൽ $10 $50 അങ്ങനെ വില കുറഞ്ഞൊക്കെ മാർക്കറ്റ് പ്ലേസിലാണ്. അപ്പോൾ ഞങ്ങൾ വന്ന ഇടയ്ക്ക് ഞങ്ങൾ ഒരു ഓർത്തു ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഒന്നും കൂടെ റിനോവേറ്റ് ചെയ്തിട്ട് വിൽക്കാം. അങ്ങനത്തെ ഭയങ്കര ബിസിനസ് പ്ലാനൊക്കെയാണ്, ഞങ്ങൾക്ക് ഭയങ്കര ബിസിനസ് പ്ലാനുണ്ട്. അങ്ങനെയൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ 2-3 ടേബിൾ, ഒരു ടേബിൾ ഇപ്പോഴും ഗരാജിൽ വെറുതെ കിടക്കുകയാണ്. ഒരു ടേബിൾ അല്ലാണ്ട് ഞങ്ങൾ വാങ്ങിയിട്ട്, അത് ഫ്രീ ആയിട്ട് കിട്ടിയ കേട്ടോ, ഒരു വൈറ്റ് ടേബിളായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി പെയിൻ്റൊക്കെ വാങ്ങിയിട്ട് നമ്മളത് നല്ല നീല അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് ആർട്ട് വർക്കൊക്കെ ചെയ്ത് വിൽക്കാം എന്നുള്ള ഒരു സെറ്റപ്പിൽ ഞങ്ങൾ വന്നിടയ്ക്ക് ഭയങ്കര ഒരു ഇതിലുകൊണ്ട് നമുക്കൊരു ഇത് കാണുമല്ലോ. അങ്ങനെ വന്നിടയ്ക്ക് ഞങ്ങൾ ഒരു പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് പെയിൻറ്റിങ് നടന്നു. അങ്ങനെ പെയിൻറ്റ് ചെയ്ത ഒരു ഡെസ്ക് ഗരാജിൽ തന്നെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വന്നിട്ട് ഇപ്പോൾ 6 മാസമായി വീട്ടിലോട്ട് മാറിയിട്ട്, ഇതുവരെ നമ്മൾ വിറ്റിട്ടുമില്ല, അത് എവിടെ ഇട്ടിട്ടുമില്ല. പിന്നെ പെയിൻറ്റ് ചെയ്ത് നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് അത്ര സെറ്റപ്പ് ആയിട്ടില്ല, നമ്മൾ വിചാരിച്ച പോലെ അടിപൊളിയായില്ല. അപ്പോൾ യൂസും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ കപ്പിളായിട്ട് ആദ്യം ചെയ്ത ഒരു പെയിൻറ്റിങ് ഒരു ടേബിൾ വെറുതെ യൂസ്ഫുൾ അല്ലാണ്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഓർത്തു ആ ടേബിൾ കൊണ്ട്
ഇങ്ങനെ മുറിയിലിട്ടിട്ട് അത് വെച്ച് നമുക്ക് ഇത്തിരിയൊക്കെ അലങ്കോലപ്പണികൾ ചെയ്യാം എന്ന് ഓർത്തു. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പറഞ്ഞ് ഞാൻ എൻ്റെ 10 മിനിറ്റും ഞാൻ പറഞ്ഞു തീർക്കുന്നു നിങ്ങളെ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ആരും ഇവിടെ വെച്ച് നിർത്തിപ്പോരുത്. എൻ്റെ വീഡിയോ കണ്ട് ബാക്കി ഫുൾ കണ്ടിട്ട് എൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ റൂം കാണാം. ആദ്യം നിങ്ങളെ ഞാൻ ഇപ്പോൾ ഉള്ള കണ്ടീഷണൽ റൂം കാണിക്കാം. പിന്നെ ഞാൻ എൻ്റെ അലങ്കരിച്ചുള്ള അലങ്കോലപ്പണി നടത്തിയിട്ടുള്ള റൂം കൂടെ കാണിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. കം ഓൺ. ഹലോ ഗൈസ്, അപ്പം ഈ റൂമാണ് ഞാൻ അലങ്കരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന റൂം. ഓൾറെഡി കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ ഓൾറെഡി കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇനി ഈ റൂം ഇത്രയും കൂടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡം റൂം, എല്ലാം കൊണ്ട് ഡംപ് ചെയ്യുന്ന റൂം എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ക്യാരംസ് ബോർഡ്, അല്ലാതെ കുറേ ഡ്രസ്സ്, അങ്ങനെ കുറേ അൽക്കുലത്തെ സാധനങ്ങൾ ഇതിൻ്റെ ഓൾറെഡി ഉണ്ട്. ഇതൊക്കെ എടുത്ത് ഷിഫ്റ്റ് ചെയ്യും, ഇതൊക്കെ എടുത്ത് മാറ്റും. പിന്നെ ഈ വോളിൽ കാണുന്ന ഈ ഡെക്കർ ഞാൻ ഓൾറെഡി വന്ന സമയത്ത് നമ്മുടെ കയ്യിലിരുന്ന് നേരത്തെ വാങ്ങിയ സാധനം അവിടെ 2 ആണി കണ്ടപ്പോൾ ഞാൻ കൊണ്ട് വെച്ചു എന്നുള്ളൂ. പിന്നെ ഈ സാധനങ്ങളെല്ലാം എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള കുറച്ച് ശേഖരണങ്ങൾ. പിന്നെ അല്ലാണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നു. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ശേഖരിച്ച് വെച്ചാണ്. ഈ കുപ്പി എന്ന് പറയുന്നത് ഞാൻ വന്ന സമയത്ത് 2020 ന്യൂസിലാൻഡിൽ ആദ്യമായിട്ട് വന്നപ്പോൾ കുടിച്ച മാംഗോ ലസ്സിയുടെ കുപ്പിയാണ്. നിങ്ങൾക്ക് തോന്നും ഞാൻ ഈ മറ്റേ ഉർവശി സിനിമയെ പറയുന്ന പോലെ ആദ്യം പല്ല് തേച്ച ബ്രഷ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ കുട്ടികളെ പോലെയാണ്, വളരെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഇതൊക്കെ ഞാൻ എല്ലാ വീടും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കൊണ്ടാടുന്ന ആദ്യമേ എവിടെയെങ്കിലും കൊണ്ട് സ്പോട്ട് കണ്ടുപിടിച്ച് കൊണ്ട് വെക്കാറുണ്ട്. അങ്ങനെ വെച്ചതാണ്. ഇത് ഡെക്കറേറ്റ് ചെയ്യുന്ന ആ പ്ലാൻ വെച്ചതല്ല. ഇത് പിന്നെ ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബോക്സ് വാങ്ങി. എനിക്ക് കുറേ അൽക്കുലത്തെ സാധനങ്ങൾ ഇങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം കൊണ്ട് ഇടുന്ന ഡംപ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇത്. ഈ ഡ്രസ്സൊക്കെ നമ്മൾ എടുത്ത് മാറ്റും കേട്ടോ. ഇവിടെ ഇനിയിപ്പം നമ്മൾ ആർട്ട് റൂമായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും പറ്റില്ലല്ലോ. ഇതൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതെല്ലാം മാറ്റിയിട്ട് പിന്നെ ഇവിടെയാണ് നമ്മൾ നമ്മുടെ സാധനങ്ങൾ സ്പോട്ട് ചെയ്യും. ഞാൻ ഇതിൻ്റെ താഴെ ആ ടേബിൾ ഇടണം എന്നാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞ ടേബിൾ ഇവിടെ ഇടണം എന്നാണ് ഉദ്ദേശം. പിന്നെ ഇത് വരുന്ന കഴിയുമ്പോൾ കാണാം എങ്ങനെ എന്തൊക്കെ ആക്കുമെന്ന്. ഇനി നമുക്ക് നമ്മുടെ ഒറിജിനൽ വീഡിയോയിലോട്ട് പോവാം. ഒറിജിനൽ വീഡിയോ അല്ല, നമുക്കിനി ഇത് ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങളെ ഇനി ഇപ്പം തന്നെ കാണിക്കാം. അപ്പോൾ കമോൺ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് ആ റൂം. നമ്മൾ ഈ റൂമിലോട്ട്, ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ആട്ടോ, അതിൽ നമ്മൾ കയറുന്നില്ല. അപ്പോൾ ഈ റൂം ഞാൻ ഓൾറെഡി അലങ്കരിച്ചു. ഇനി നിങ്ങളെ അലങ്കരിച്ച വീഡിയോ ആണ്. കം ഓൺ, ലെറ്റ്സ് ഗോ. കുറച്ച് കൂടുതൽ സാധനങ്ങളിവിടെ ഉണ്ട്. എനിക്ക് ഈ മിറർ ഇനി ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ ഈ ഒരു സൈഡിൽ നിന്നോട്ട് കാണിക്കാവേ. അപ്പം നിലത്തൊക്കെ ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന കാർപ്പറ്റും സംഭവങ്ങളൊക്കെ വിരിച്ചു. ഈ ടേബിൾ ഞങ്ങൾ ലാപ്ടോപ്പൊക്കെ വെക്കാൻ വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് എല്ലാ ലാപ്ടോപ്പിൽ പണിയാം. ഇത് തണുപ്പ് കൂടുതലുണ്ട്. ഇവിടെ ഒരു മിറർ. പിന്നെ ഇതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ടേബിൾ. ഈ പടം വരച്ചത് ഞാനാട്ടോ. പെയിൻ്റ് അടിച്ചത് ഞാനും അജ്മലും കൂടെ ആയിരുന്നു. പിന്നെ നിങ്ങൾ തന്നെ ഇത് ഓരോ ഞാൻ പറഞ്ഞ ആർട്ട് ക്ലാസ്സിൽ പോകുമ്പോൾ കിട്ടുന്നത് ഉണ്ടാകും. പക്ഷിയും പൂച്ചയൊക്കെയാണ്. ഇതൊന്നും ഞാൻ ആർട്ട് ക്ലാസ്സിൽ പോയിട്ട് വരച്ചതല്ല കേട്ടോ. ഇത് ഞാൻ അല്ലാണ്ട് വരച്ചതാണ്. ഇതൊക്കെ ഇങ്ങനത്തെ സാധനമൊക്കെ ഞാൻ സ്വയം വരയ്ക്കും, ആർട്ട് ക്ലാസ്സിൽ പോകാണ്ട്. ഇതൊക്കെ ആർട്ട് ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ വരപ്പിച്ചതാണ്. ഇതൊക്കെ ആർട്ട് ക്ലാസ്സാണ്. അപ്പോൾ ഇതൊക്കെ വർഷങ്ങളായിട്ട്, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇതൊക്കെ ഓൾറെഡി ഇവിടെ ഇരിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നേക്കും. വർഷങ്ങളായിട്ട് ഞാൻ ശേഖരിച്ച് വെച്ചേക്കുന്ന എൻ്റെ ആർട്ട് വർക്ക്സാണിത്. ഇത് ഞാൻ ഇവിടെ തന്നെ ബോട്ടിൽ വർക്ക് ചെയ്തതാണ്. ഇത് കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. പക്ഷെ അത് ഇത്തിരി കുളമായി, അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ഇങ്ങനത്തെ സാധനങ്ങൾ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ സ്കെച്ച്, ഡ്രോയിങ്. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ എന്ന് ഞാൻ തന്നെ പറയും. ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു മീൻസ് ഇത് ഞാൻ കൊണ്ടുവച്ചതാണ്. ഇവിടെ ഒരു ആണി ഉള്ളത് ഉണ്ടായിരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ റെൻറ്റഡ് ഹൗസാണ്, നമുക്ക് ഒത്തിരി ആണി നിറച്ചൊന്നും വെക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും സേഫസ്റ്റ് സാധനം ഈ ടേബിൾ ഇവിടെ ഇടുവാണെങ്കിൽ ഞാൻ നേരത്തെ അവിടെ ഇടണം എന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പം ഈ സാധനങ്ങളെല്ലാം കൂടെ വെക്കാൻ നമുക്ക് ഇടയില്ല. പിന്നെ നമുക്കിതൊന്നും ഹാങ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇല്ല. ഓൾറെഡി 2 ആണി ഉള്ളതിൽ ഞാനിത് ഇങ്ങനെ ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനെ വെക്കാൻ പറ്റുമല്ലോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വെക്കാമെന്ന് ഓർത്ത് ഞാൻ പിന്നെ ഈ ടേബിൾ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇവിടെ കൊണ്ട് എനിക്കിനി എൻ്റെ പെയിൻറ്റിങ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കാം. ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കലൊക്കെ വളരെ കുറവാണ്. പിന്നെ ആ ടേബിളിൽ വെക്കാം. അങ്ങനെയൊക്കെ. ഇതാണ് നമ്മുടെ അപ്പോൾ അലങ്കരിച്ച റൂം. നമുക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.